വീട്ടിൽ ഗ്യാസ് സ്റ്റൗവും അതിൻ്റെ സ്റ്റാൻഡ് ബർണർ എല്ലാം എങ്ങനെ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ ഉള്ള 2-3 ഇൻഗ്രീഡിയൻസ് മതി വൃത്തിയാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇതുപോലെ സ്റ്റാൻഡിൽ നല്ലോണം ഗ്രീസൊക്കെ ഇതുപോലെ എണ്ണമെഴുക്കൊക്കെ പറ്റിയിരിക്കുമ്പം ഇതിലും കൂടുതലും കാണും. അതുപോലെ ബർണറിലും ഇതിപ്പം കാസ്റ്റ് അയണാണ്, അപ്പോൾ എങ്കിലും അതിൽ നന്നായിട്ട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. ഈ സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു പാത്രത്തിൽ അതിനാവശ്യമുള്ള വെള്ളം, ഇതിപ്പോൾ 4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗറും കൂടെ ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ പാത്രം തേക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഒരു 3 മുതൽ 4 ടീസ്പൂൺ വരെ ഒഴിക്കുക. ഈ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇതെല്ലാ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റംസാണ് ഈ 3 എണ്ണവും. ഇല്ലെങ്കിലും ഇപ്പോൾ ഇതിന് 3 എണ്ണത്തിനും വലിയ വിലയും ഉള്ളതല്ല. ബേക്കിംഗ് സോഡയാണെങ്കിലും വിനീഗറാണെങ്കിലും നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ലിക്വിഡ് മുക്കാലും എല്ലാ വീട്ടിലും കാണും. നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വൃത്തിയാക്കേണ്ട ഗ്യാസിലെ ആ സ്റ്റാൻഡും അതിൻ്റെ അകത്തുള്ള തട്ട്. ആ തട്ടിലും വലിയ അഴുക്കില്ലെങ്കിലും ഈ സൊല്യൂഷനിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡിലാണ് ഇച്ചിരി ഗ്രീസ് ഉള്ളത്, എണ്ണമെഴുക്ക് സൈഡിലൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ പ്ലേറ്റിൽ വലിയ അഴുക്ക് ഇല്ല, വൃത്തിയായിട്ട്, എങ്കിലും അത് ആ സൊല്യൂഷനിൽ ഒന്നും കൂടെ മുക്കി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളങ്ങുന്ന പോലെ കിട്ടുകയും ചെയ്യും. 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പം പ്ലേറ്റിലും അഴുക്കുണ്ടെങ്കിൽ സ്കോച്ച് ബ്രൈറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇതിപ്പോൾ അഴുക്കില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേറ്റ് വൃത്തിയാക്കുന്നില്ല. സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ട് ഒന്നുകിൽ സ്കോച്ച് ബ്രൈറ്റ് വെച്ചിട്ട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ കിട്ടും, ഏത് വെച്ച് വേണമെങ്കിലും വൃത്തിയാക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, എളുപ്പം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ശക്തി ഉപയോഗിച്ച് തേക്കേണ്ട കാര്യം വരത്തില്ല സൊല്യൂഷനിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ. ഇതുപോലെ വൃത്തിയാക്കാനുള്ള എത്രയാണോ സൊല്യൂഷൻ വേണ്ടത് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ സൊല്യൂഷനിൽ ബർണറും കൂടെ മുക്കി വയ്ക്കുക. ഇപ്പം മുഴുവനായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന ബർണറാണ്, അതുകൊണ്ടാണ് അങ്ങനെ മുഴുവനായിട്ട് ഊരിയെടുത്ത് ഞാൻ അതിൽ മുക്കി വച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഈ സ്റ്റാൻഡ് സൊല്യൂഷൻ ആവശ്യമുള്ളതുപോലെ മുക്കിയെടുത്ത് വൃത്തിയാക്കാം. ഇതേ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ബാക്കിയുള്ള സ്റ്റൗവും കൂടെ വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയ താഴ്ഭാഗത്തും ഇച്ചിരി ഞാൻ 2-3 മാസമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കാമല്ലോ എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ അതിന് ഞാൻ സ്റ്റീൽ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്, കുറച്ചും കൂടെ എളുപ്പം വൃത്തിയാക്കാനായിട്ട്. ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് വെള്ളത്തിൽ നല്ലോണം കഴുകി ഉണക്കാൻ വെച്ചാൽ മതി. ഇനി ബർണർ വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ സ്കോച്ച് ബ്രൈറ്റിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ആ ഹോൾസിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് നല്ലത് ഇതുപോലെ സ്റ്റീൽ സ്ക്രബ്ബറും നമ്മുടെ ടൂത്ത് ബ്രഷുമാണ്. അത് രണ്ടും കൊണ്ട് നല്ലോണം കുറച്ച് വൃത്തിയാക്കിയാൽ മതി. ഇപ്പം കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ആ ഗോൾഡൻ കളറല്ല ഉള്ളത്. നല്ലോണം, അതായത് സോപ്പ് വെള്ളത്തിൽ ബാക്കി പൊടിയുണ്ടെങ്കിൽ ഒന്നും കൂടെ മുക്കി കഴുകിയെടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചാൽ മതി. ഇത് ഏകദേശം 20 വർഷമായി ഈ ഗ്യാസ് സ്റ്റൗ മേടിച്ചിട്ട്. വർഷത്തിലൊരു 2-3 പ്രാവശ്യം ഇതുപോലെ വൃത്തിയാക്കി എടുക്കുന്നതാണ്. നല്ലോണം മിഴുക്കും അഴുക്കുമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഉണക്കാനായിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം ഗ്യാസിൽ ബർണർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളത്തോടെ കൂടെ ഏതായാലും അത് കത്തിക്കാൻ പറ്റത്തില്ല. ഉണങ്ങിയതിന് ശേഷം ഫിക്സ് ചെയ്തിട്ട്
നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മസ്കറ്റിൽ വന്നപ്പോൾ മേടിച്ച ആദ്യത്തെ ഗ്യാസ് സ്റ്റൗവാണ്. ഈ രീതിയിലാണ് കഴിയുന്നത് ഞാനിതുപോലെ വൃത്തിയാക്കുന്നത്. വർഷത്തിലൊരു 3 പ്രാവശ്യം ഈ സൊല്യൂഷനിൽ മുക്കി വയ്ക്കാറുള്ളൂ. ബാക്കി നമ്മളെന്നും വൃത്തിയാക്കുന്ന പോലെ വൃത്തിയാക്കി വെച്ചാൽ മതി. ഇതുപോലെ ഈ രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാസിൻ്റെ ബോഡിയും ആ സൊല്യൂഷൻ കൊണ്ട് തന്നെയാണ് ഒന്ന് തുടച്ചെടുത്തത്. അപ്പോൾ നല്ലോണം വെട്ടിത്തിളങ്ങുന്ന പോലെ കിട്ടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.